അസിഡിറ്റിക്കും ഗ്യാസ് ട്രബിളിനും നല്ലൊരു ഒറ്റമൂലിയുടെ റെസിപ്പി പറയട്ടെ. ഒരു സീക്രട്ട് റെസിപ്പി എന്നൊന്നും പറയാനില്ല. ഒരുപാട് കാലം മുമ്പ് നമ്മുടെ മുതുമുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യം. പക്ഷെ ഒരുപാട് പേരുണ്ട് ഇത് അറിയാത്തതായിട്ട്. ഞാനും ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. അതിനുശേഷം എനിക്ക് നല്ല റിലീഫ് കിട്ടിയതുകൊണ്ട്, നല്ല സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മുടെ വയറ് കുറയ്ക്കാനുള്ള ടിപ്സൊക്കെ ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, അസിഡിറ്റിക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യാണ്. അസിഡിറ്റി കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി. ഞാനും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത്. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു അസുഖമൊന്നുമല്ല അത്, പക്ഷെ നമ്മുടെ ഹോൾ സിസ്റ്റം തകരാറിലാക്കും. മിക്കവാറും എല്ലാ അസുഖങ്ങളുടെയും മൂല കാരണം വയറാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അതാണ് സത്യം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അസിഡിറ്റി കാരണം. കുറേ കാലമായിട്ട് ആൻറ്റാസിഡ് ടാബ്ലറ്റ്, സോംബ്രാസ് 40 എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ആൻറ്റാസിഡ് ടാബ്ലറ്റ്സ് ഉണ്ട്, പാൻടോപ്പ്, പെൻറ്റാസിഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഏക്കില്ല കേട്ടോ. എനിക്ക് ഏക്കുന്നത് സോംബ്രാസ് 40 എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് മാത്രമാണ്. പക്ഷെ ഒരുപാട് അത് കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. അസിഡിറ്റി വരുന്ന സമയത്ത് നമുക്ക് വയറിന് മാത്രമല്ല പ്രശ്നം ഉണ്ടാവുക, ഭയങ്കര ക്ഷീണമായിരിക്കും. നമുക്ക് എണീക്കാൻ പറ്റില്ല, അത്രമാത്രം ക്ഷീണമായിരിക്കും. ദിവസം മുഴുവൻ ക്ഷീണമായിരിക്കും. പിന്നെ വയറിന് ഗ്യാസ് കയറും. എനിക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയറ്റിൽ അങ്ങോട്ട് ഗ്യാസ് കയറും. ഗ്യാസ് കയറിയിട്ട് അത് എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് കുടുങ്ങും. മിക്കവാറും എനിക്ക് പുറത്തായിരിക്കും, ആ സ്കാപ്പുലയുടെ അടിയിലായിട്ട് ആ കുടുങ്ങുക. അവിടെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ശ്വാസം എടുത്ത് വിടാൻ പോലും പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഉളുക്കിയാലൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഇല്ലേ, നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകാറുണ്ട്. ആരെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതായിട്ട്? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമുക്ക് മനസ്സിലാവില്ല ഇത് ഗ്യാസ് ട്രബിൾ കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത്. നമ്മൾ വിചാരിക്കും എന്തോ ഉളുക്കിയതൊക്കെയാണെന്ന്. പക്ഷേ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഗ്യാസ് കുടുങ്ങുന്നതാണ്. ഇത് ചിലർക്ക് തലയിൽ കുടുങ്ങുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. തലയിൽ ഗ്യാസ് കുടുങ്ങും, ഭയങ്കര തലവേദനയായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ കയറി കുടുങ്ങും. ഞാൻ നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ്. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നു, പല്ല് തേക്കാതെ വായ കഴുകാതെ വെള്ളം കുടിക്കുന്നു. അങ്ങനെ ചെയ്ത സമയത്ത് നല്ല വ്യത്യാസം, നല്ല ആശ്വാസം ഉണ്ടായി. എന്നാലും ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് സ്പൈസി ആയിട്ടുള്ള ഫുഡ്. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ആകെ പ്രശ്നമാവും. അസിഡിറ്റി കയറും, ഗ്യാസ് എവിടെയെങ്കിലും കയറി കൊടുങ്ങും, പിന്നെ കിടപ്പായിരിക്കും, അങ്ങനെ പ്രശ്നമാവും. പിന്നീടാണ് ഈ ഒരു ഒറ്റമൂലിയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പം ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ അതുണ്ടാക്കി കുടിക്കും. അതിനുശേഷം ഇതുവരെയ്ക്കും എനിക്ക് ഈ ഗ്യാസ് കയറി പുറത്ത് കുടുങ്ങുന്ന പ്രശ്നം വന്നിട്ടില്ല. അത് ശരിക്കും ആരും വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ ഗ്യാസ് കയറി കുടുങ്ങുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതൊക്കെ വെറുതെയാന്ന് ചിലപ്പോൾ പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ. ശരിക്കും ഡോക്ടർമാർ പോലും സമ്മതിക്കില്ല ഗ്യാസാണ് എനിക്കിവിടെ പുറത്തുനിന്ന് പറഞ്ഞാൽ. ഞാൻ പല ഡോക്ടേഴ്സിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗ്യാസ് കുടുങ്ങി. അതല്ലാന്നാണ് ഡോക്ടേഴ്സും പറയാം. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാവും. ആൻറ്റാസിഡ് ടാബ്ലറ്റ്സ്, ഈ സോബ്രാസ് 40 എന്നുള്ള ടാബ്ലറ്റ് കഴിച്ച് പിന്നെ വയറ് കുറച്ച് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പതുക്കെ കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുന്നത് കാണാം. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, ജീരകം. ചെറിയ ജീരകമില്ലേ, ക്യുമിൻ സീഡ്, അതാണ്. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ശർക്കര പൊടിച്ച് വെച്ചിരിക്കുക കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ജീരകത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ജീരകം പോലെ തന്നെ ശർക്കരയും വളരെയധികം നല്ലതാണ് അസിഡിറ്റി മാറാനായിട്ട്. അവിടെ ഇരുന്നത് തിളച്ച് വറ്റി പകുതിയായിട്ട് വരട്ടെ. പിന്നെ ജീരകം വെയിറ്റ് ലോസിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇനി ശർക്കര കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജീരകം മാത്രം എടുത്ത് ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് എഫക്റ്റ് കുറയുന്നേ ഉള്ളൂ, എന്നാലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും. ഇത്രയും ജീരകം ഇട്ടിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ദിവസവും അങ്ങ് കുഴിച്ച് കളയാമെന്നൊന്നും വിചാരിക്കേണ്ട. അതിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അധികമായാൽ അമൃതം വിഷം എന്നല്ലേ പറയാം. അതേസമയത്ത് കുറച്ച് ജീരകം ഇട്ട് നമ്മൾ ദിവസം പണ്ടൊക്കെ ജീരക വെള്ളം കുടിക്കില്ലേ വീട്ടിലൊക്കെ, ചില വീടുകളിലൊക്കെ ഇപ്പോഴും അങ്ങനെ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഡൈജഷന് നല്ലതാണ്, അസിഡിറ്റി പ്രോബ്ലത്തിനൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ച് വറ്റി പകുതിയായിട്ട് വരണം. 1 കപ്പ് ആയിട്ട് വരണം. ഇതിപ്പം പകുതി ആയിട്ടുണ്ട്, 1 കപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കപ്പിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം.
ഇനിയിപ്പം ജീരകം വറുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ വറുക്കാതെയും ചെയ്യാം. നല്ല വൃത്തിയായി കഴുകി ഇതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. സമയമില്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഒറ്റ പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാകും. അസിഡിറ്റി ഒക്കെ പോയി വയറിലെ ഗ്യാസ് ട്രബിളും ഒക്കെ പോവും. ദിവസവും ഒരു നേരം വേണമെങ്കിൽ കുടിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കേണ്ട. ഈ പ്രോബ്ലം മാറുന്ന വരെ കുടിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ചെയ്താൽ മതി. അങ്ങനെ എപ്പോഴെപ്പോഴും അങ്ങനെ പ്രശ്നം വരികയില്ല. ഇത് നമുക്ക് കുടിക്കാം. ഇതാണ് നമ്മുടെ ഒറ്റമൂലി ജീരക കഷായം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കുടിക്കാനായിട്ട്. ഇപ്പം നല്ല ചൂടാണ്. നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടിൽ കുടിക്കാം. സാധാരണ ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന പോലെ തന്നെ ചൂടോട് കൂടി തന്നെ കുടിക്കാം. അപ്പം ആദ്യമുള്ളതിൻ്റെ നേർ പകുതി ആയിട്ടുണ്ട്. ഞാൻ എടുത്ത കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചെറിയ കപ്പാണ്. 250 ml ഒക്കെ ഒരു കപ്പ് എടുത്തിരുന്നാൽ മതി. കപ്പ് അളവിൽ 2 കപ്പ് ഒഴിച്ച് അത് 1 കപ്പാക്കി വറ്റിച്ചെടുത്തതാണ്. ഇതിപ്പോൾ വലിയ കപ്പാണ് കേട്ടോ. ഞാനിത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ ഒഴിച്ചതാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല മണമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദിവസവും കുടിക്കണം എന്നൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ച് കുടിച്ചോട്ടെ. നല്ല ചൂടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് സംഭവം. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. ദിവസവും കുടിക്കാറുണ്ടായിരുന്നു ആദ്യം. ഇത് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇടയ്ക്കൊന്ന് കുടിക്കും. എന്തെങ്കിലും നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളത് കഴിച്ചു അപ്പോൾ നമുക്ക് വയറ് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുമല്ലോ. നമ്മൾ അറിയുമല്ലോ. നമ്മളെ ബോഡിയെ നമ്മൾ തന്നെ അറിയണം. ആദ്യത്തെ കാര്യം അതാണ്. അപ്പോൾ ഇതുണ്ടാക്കി കുടിച്ചാൽ മതി. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഉറക്കക്കുറവ്. ഇത് 2 ദിവസം അടുപ്പിച്ച് ഉറങ്ങാതിരുന്ന് നോക്കൂ, അസിഡിറ്റി വരും. നമ്മളെപ്പോലെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക്. അല്ലാതെ ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. അത് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. നമുക്കൊന്നും അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഭക്ഷണം കറക്റ്റ് ടൈമിന് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലരും ചോദിച്ചിട്ടുണ്ട് എന്നത് ഡയറ്റ് പറഞ്ഞുതരുമോ അസിഡിറ്റിക്ക് എന്ന്. ഞാൻ കഴിക്കുന്ന ഡയറ്റ് ഉണ്ടല്ലോ, ഞാൻ മുമ്പ് ഡയറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും അസിഡിറ്റി നമുക്ക് ഉണ്ടാക്കാത്ത ഡയറ്റാണ്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ആസിഡിറ്റി കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ. അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, നമ്മുടെ പെപ്സി, കൊക്കോകോള, സ്പ്രൈറ്റ്, ഇങ്ങനത്തെയൊക്കെ അത് നമ്മുടെ വയറ്റിൽ അസിഡിറ്റി കൂടുതലായിട്ടുണ്ടാക്കും. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിക്കോളുക. എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അതെൻ്റെ സന്തോഷത്തെ ബാധിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിച്ചോളുക. എനിക്ക് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇതല്ലാതെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. എനിക്കും കൂടെ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ അസിഡിറ്റി മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.